ബഹുമാനയുടെ കേരള മന്ത്രിസഭയുടെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൻ്റെ സ്റ്റാളാണ്. കോട്ടയം ജില്ലയിലെ സ്റ്റാളാണ് നിങ്ങൾ കാണുക. അപ്പം നമ്മൾ ഈ സ്റ്റാളിന് ഉപരി വെളിയിലെ സ്ഥലത്ത് നമ്മൾ ബർമ ബ്രിഡ്ജൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു നദിയിൽ പാലം നഷ്ടപ്പെടുകയോ അതിൻ്റെ പാലം ഇല്ലാത്തൊരവസ്ഥ വരികയാണെങ്കിൽ അവിടെ നമുക്ക് എങ്ങനെ ആൾക്കാരെ അപ്പുറം ഇപ്പുറം കടത്തിവിടാം. പാലം ഇല്ലാതെ ഒരു ടെമ്പററി പാലമാണ് നമ്മുടെ ബർമ ബ്രിഡ്ജ് എന്ന് പറയുക. അപ്പം ബർമയിൽ അത് ഉപയോഗിച്ചിരുന്നു എന്ന അർത്ഥത്തിലാണ് അതിന് ബർമ ബ്രിഡ്ജ് വിളിക്കുക. അപ്പം ബാക്കി ക്ലാസ്സുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ CPR സംബന്ധിച്ച ക്ലാസ്സുകളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. സ്റ്റാളുകളിലെത്തുന്ന ആൾക്കാർ ക്ലാസ് എടുത്തിരുന്നു. അത് നമ്മൾ നേതൃത്വം നൽകിയ ശ്രീ അജിത്താണ്. അപ്പം അജിത്തിന് ഞാൻ നമ്മളിപ്പോ ഇവിടെ നമ്മുടെ സ്റ്റാളില് നമ്മൾ കൊടുക്കുന്ന പ്രധാനമായിട്ടും ആൾക്കാർക്ക് പല കാര്യങ്ങളും കാണാനുണ്ട്. നിങ്ങൾക്ക് കാണാം, ഇവിടെ സ്കൂബ ഡൈവറുടെ ഒരു ഡ്രസ് ഇട്ട ഒരു ഡെമ്മിയുണ്ട്, ഇവിടെ ഫയർ ഫൈറ്റർ ഡ്രസ് ഇട്ട ഡെമ്മിയുണ്ട്, പിന്നെ നമ്മുടെ പുതിയ പുതിയ ഉപകരണങ്ങള്, നമ്മൾ ഉപയോഗിക്കുന്ന ബ്രാഞ്ചുകള്, ഫയർ എക്സ്റ്റിംഗ്വിഷറുകള് തുടങ്ങിയ എല്ലാത്തരം ഉപകരണങ്ങളും നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഈ വെച്ചിരിക്കുന്നത് ഒരു മാനിക്കിനാണ്. ഈ മാനിക്കിൻ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഫസ്റ്റ് എയ്ഡ്, അതായത് നമ്മൾ CPRനെ പറ്റി ഒരു അവബോധം നൽകുന്നതിനാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വരുന്ന ഒരു അപകടമാണ് ആൾക്കാർ അറ്റാക്ക് വന്ന് കുഴഞ്ഞു വീഴുക എന്നുള്ളത്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണവശാൽ കുഴഞ്ഞു വീഴുക എന്നുള്ളത്. അപ്പോൾ നമ്മളുടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അത് നെഞ്ചത്തടിക്കാനും നിലവിളിക്കാനും മാത്രമേ അറിയൂ. അപ്പൊ അങ്ങനെ അവരെ എടുത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോഴത്തേക്കും പലപ്പോഴും ഡോക്ടർമാർ പറയും 10 മിനിറ്റ് മുമ്പേ കൊണ്ടുവന്നിരുന്നെങ്കിൽ രക്ഷിക്കാമായിരുന്നു എന്ന് പറയും. ആ 10 മിനിറ്റിന് പ്രാധാന്യം എന്താണെന്ന് നമ്മുടെ ജനങ്ങൾക്ക് അറിയില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഒരു CPR കൊടുക്കുന്നത് എന്നാണ് നമ്മൾ ജനങ്ങളെ പഠിപ്പിക്കുന്നത്. അതായത് ജനങ്ങൾ വരുമ്പോൾ നമ്മൾ അവർക്ക് CPR എടുക്കുന്നുണ്ട്. നമ്മളിവിടെ എങ്ങനെയാണ് CPR കൊടുക്കുന്നത് വെച്ചാൽ വളരെ വേഗത്തിൽ ഞാൻ പറയാം. നമ്മളുടെ മുമ്പിൽ ഒരാൾ കുഴഞ്ഞു വീണു എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ നമുക്ക് അയാൾക്ക് CPR കൊടുക്കുന്നവരാണ്. ഇയാളെ ആദ്യം നമ്മളെ സുരക്ഷിതമായതും നിരപ്പായതുമായ ഒരു പ്രദേശത്തേക്ക് മാറ്റിക്കടത്തുകയാണ് ആദ്യം വേണ്ടത്. അതിനുശേഷം ഈ വ്യക്തിയുടെ ഷോൾഡർ ഭാഗത്ത് നമ്മൾ ശക്തമായി തട്ടി വിളിക്കുക. ഏയ് ചേട്ടാ ചേട്ടാ. അപ്പൊ ഇങ്ങനെ നമ്മൾ ശക്തമായി തട്ടി വിളിക്കാം. ആ തട്ടി വിളിക്കുന്നതുകൊണ്ട് ആ വ്യക്തി പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്ത് പറ്റിയെന്ന് അന്വേഷിക്കാം. അന്വേഷിച്ചിട്ട് അദ്ദേഹം വീണതിന്റെ ഫലമായി മുറിവുകളോ ചതവുകളോ ഉണ്ടെങ്കിൽ അതിന് ആവശ്യമെങ്കിൽ വൈദ്യസഹായം നൽകാം. ദെൻ നമ്മൾ തട്ടി വിളിക്കുകയാണ്. ഏയ് ചേട്ടാ ചേട്ടാ ചേട്ടാ. തട്ടി വിളിച്ചിട്ട് അനക്കമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അനക്കമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ നെഞ്ചത്തടിക്കോ നിലവിളിക്കോ ചെയ്തിട്ട് കാര്യമില്ല. നമ്മളുടെ നെഞ്ചും പോകും, ആളുടെ ജീവനും പോകും. അതുകൊണ്ട് കാര്യമില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യാം? പിന്നെ ചെയ്യേണ്ടത് നിങ്ങൾ വളരെ ബുദ്ധിപൂർവ്വം അങ്ങനെ നമുക്ക് ഫോൺ അദ്ദേഹത്തെ തട്ടി വിളിച്ചിട്ട് അനക്കമില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഫോണുണ്ട്. ആ ഫോൺ എടുക്കുക, ഫോണിൽ വിളിക്കാം. സാറേ ഞാൻ ക്ലാസ് എടുക്കാം. ഇപ്പം വരാം, ഒരു 2 മിനിറ്റ്. ഞാൻ വേറെ കൊടുത്തോണ്ടിരിക്കുക. അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും എന്താണ് തട്ടി വിളിച്ച ആളിന് അനക്കമില്ല എന്നുണ്ടെങ്കിൽ ഫോൺ ചെയ്തിട്ട് നമ്മൾ 108 ആംബുലൻസിലേക്ക് വിളിക്കുന്നു. ആ 108 ആംബുലൻസിലേക്ക് വിളിച്ചിട്ട് പറയുക, നമസ്കാരം സാറേ, ഇവിടെ നമ്മുടെ നാഗമ്പടത്ത് സർക്കാരിന്റെ 4ാം വാർഷികം നടക്കുന്ന സ്റ്റാളിന് മുമ്പിൽ ഒരാൾ കുഴഞ്ഞു വീണിട്ടുണ്ടെന്ന് വേഗത്തിൽ എത്തണം എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് അറിയാം, അവർ പെട്ടെന്ന് എത്തിക്കോളും. അപ്പോൾ നമ്മൾ ഫോൺ സൈലന്റ് ആക്കുകയോ സ്വിച്ച് ഓഫ് ചെയ്യുകയോ ചെയ്യാതെ സമീപത്ത് തന്നെ വെക്കുക. വെച്ചതിന് ശേഷം നമ്മൾ മറ്റൊന്നും പരിശോധിച്ചില്ല. ഇനി നമ്മൾ ഇദ്ദേഹത്തിന് ശ്വാസമുണ്ടോ പൾസുണ്ടോ എന്നാണ് പരിശോധിക്കാൻ പോകുന്നത്. അതിന് നമ്മൾ LLF എന്ന് പറയുന്നൊരു മാർഗമാണ് സ്വീകരിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ളത് പൾസ് ആവശ്യമുണ്ട്. കയ്യിലെ പൾസല്ല നമുക്ക് ആവശ്യം. നമ്മൾ എപ്പോഴാണ് ഒരു വ്യക്തി മരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ശ്വാസമില്ലെങ്കിലോ പൾസ് ഇല്ലെങ്കിലോ ഒരു വ്യക്തി മരിച്ചു എന്ന് പറയാൻ സാധിക്കത്തില്ല. നമ്മൾ അദ്ദേഹം മരിക്കുന്നത് അദ്ദേഹം തലച്ചോറിലേക്ക് കറക്റ്റ് സമയത്ത് രക്തം എത്തിയില്ല എങ്കിലാണ്. അതായത് നമ്മളെ ഹൃദയം പ്രവർത്തനം നടത്തി 4 മുതൽ 6 മിനിറ്റ് വരെ തലച്ചോറിലേക്ക് രക്തം ചെന്നില്ല എന്നുണ്ടെങ്കിൽ തലച്ചോറ് മരിച്ചു തുടങ്ങും. അപ്പോൾ മാത്രമാണ് ഒരു വ്യക്തി മരിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇദ്ദേഹത്തിന് ശ്വാസമുണ്ടോ പൾസുണ്ടോ എന്നാണ് ആദ്യം നോക്കാൻ പോകുന്നത്. അതിനെ നമ്മൾ LLF എന്ന് പറയും. അതിനായിട്ട് നമുക്ക് വെറും 10 സെക്കൻഡ് ആണ് ലഭിക്കുന്നത്. അതായത് 1, 2 അങ്ങനെ 10 വരെ എണ്ണുന്ന സമയം. ഇവിടെ ഞാനാണ് രക്ഷാപ്രവർത്തകൻ. എന്റെ ചെവി ഈ മൂക്കിന് സമയത്തായിരിക്കണം. എന്റെ നോട്ടം ഇദ്ദേഹത്തിന്റെ ചെസ്റ്റിലേക്കായിരിക്കണം. എന്റെ കൈ കരോട്ടിഡ് പൾസ് പരിശോധിക്കുന്നതാണ്. എവിടെയാണ് കരോട്ടിഡ് പൾസ്? നമ്മളുടെ അന്നനാളത്തിന് ഈ 2 സൈഡിലായി. അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ചെറിയ കുഴി പോലെ കാണാം. അതിനുശേഷം നമ്മൾ മേപ്പോട്ട് കയറും. അപ്പൊ ഈ ഭാഗത്തായിട്ട് ഇവിടെയും ഈ ഭാഗത്ത് ഇവിടെ 2 ഭാഗത്ത് എവിടെയെങ്കിലും നിങ്ങളുടെ ഈ 3 വിരലെടുത്തിട്ട് അതിനെ ഒന്ന് ക്ലിയർ ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മൾ ഈ ടിപ്പ് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ സ്പർശന ശേഷമുള്ളത്. അതെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുക. അവിടെ നമുക്ക് ഒരു പൾസ് കിട്ടും. ഈ പൾസാണ് കരോട്ടിഡ് പൾസ്. അപ്പൊ നമ്മളിവിടെ LLF ചെയ്യാൻ പോവുകയാണ്. നോക്കുക, ഇവിടെ
ഇവിടെ നോക്കൂ, എന്റെ ചെവി ഇദ്ദേഹത്തിന് മൂക്കിന് സമയത്താണ്, എന്റെ കൈ കരോട്ടിൽ പൾസിലാണ്, എന്റെ നോട്ടം ഇദ്ദേഹത്തിന് ചെസ്റ്റിലാണ്. ഇവിടെ ഇദ്ദേഹം ശ്വാസം എടുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഇദ്ദേഹത്തിന് ചെസ്റ്റ് ഉയർന്നു താഴ്ന്നത് കാണാൻ സാധിക്കും. അതാണ് ലുക്ക്. ദെൻ ഇദ്ദേഹത്തിന് മൂക്കിൽ നിന്ന് ശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മൂക്കിൽ നിന്ന് എന്റെ ചെവിയിലേക്ക് അടിക്കും. അതെനിക്ക് അതുകൊണ്ട് ഒരു ചെറിയ മൂളിച്ചേക്കാം, അതെനിക്ക് കേൾക്കാം. അതാണ് ലിസൺ. ദെൻ ഇദ്ദേഹത്തിന് പൾസ് ഉണ്ടെങ്കിൽ എന്റെ കയ്യിൽ അനുഭവിച്ചറിയാം. അതാണ് ഫീൽ. ലുക്ക്, ലിസൺ ആൻഡ് ഫീൽ. അതാണ് എൽ എൽ എഫ്. അപ്പൊ ഇതിന് വെറും 10 സെക്കൻഡാണ് കിട്ടുന്നത്. ഇവിടെയും രണ്ടവസ്ഥകളുണ്ട്. ഒന്ന്, ഇദ്ദേഹത്തിന് പൾസും ശ്വാസവും ഉണ്ടാകാം. അങ്ങനെയെങ്കിൽ ഇദ്ദേഹത്തിന് ബോധമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിന് പൾസും ശ്വാസവും നിന്നു പോകുമോ നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആംബുലൻസ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. കാര്യം ഇദ്ദേഹത്തിന് പൾസ് പോകുമോ എന്നറിയില്ല. എന്നിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാം. ദെൻ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് പൾസും ശ്വാസവും ഇല്ല, അല്ലെങ്കിൽ പൾസ് ഉണ്ടോ എന്ന് സംശയം തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് CPR അടക്കാം. CPR അടക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഹൃദയത്തിന്റെ പ്രവർത്തനം ഏറ്റെടുക്കാൻ ചെയ്യണം. അതിനായി നമ്മൾ ഹൃദയം ഇരിക്കുന്ന പൊസിഷൻ അറിയണം. ഹൃദയം ഇരിക്കുന്ന പൊസിഷൻ കണ്ടുപിടിക്കാൻ 2 മാർഗമുണ്ട്. നമുക്ക് 2 സൈഡിൽ നിപ്പിൾസ് ഉണ്ട്. ഈ നിപ്പിൾസ് നേരെ വരയ്ക്കുക, മുകളിൽ നിന്ന് താഴേക്ക് ഒരു നേരെ വരയ്ക്കുക. ഇത് രണ്ടും കൂടെ ക്രോസ് ചെയ്യുന്ന ഭാഗം, അതായത് നമ്മളുടെ നെഞ്ചിൻ ഭാഗത്ത് എടുക്കുകയാണെങ്കിൽ ഏതാണ് നെഞ്ചിന്റെ നടുക്ക് ഭാഗം, 2 സൈഡിലും വാരിയിൽ വന്നു ചേർന്ന ഭാഗം നെഞ്ചല് അഥവാ സ്റ്റേർണം എന്ന് പറയും. ഈ സ്റ്റേർണത്തിലാണ് വരുന്നത്. ഇനി മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ നെഞ്ച് വന്ന് അവസാനിക്കുന്ന ഭാഗത്ത് ഒരു വിരൽ വെക്കുക, അതിന് മുകളിലേക്ക് ഒരു 3 വിരൽ, ഏകദേശം ഒരു 2 ഇഞ്ചോളം എടുത്ത് വെക്കുക. അപ്പൊ അതിന് മുകളിൽ ഒരു പൊസിഷൻ കിട്ടും. ഇതും നേരത്തെ കാണിച്ച അതേ പൊസിഷനാണ്. അപ്പൊ ഇവിടെ ഈ സ്റ്റേർണത്തിന് താഴെ 5 സെന്റിമീറ്റർ അഥവാ 2 ഇഞ്ച് താഴെയായി ശ്വാസകോശത്തിന് പുറകിലായിട്ടാണ് ഹൃദയം സ്ഥിതി ചെയ്യുന്നത്. ആ ഹൃദയം ഇരിക്കുന്ന സ്വല്പം ഇടത്തേക്ക് ചരിഞ്ഞാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഹൃദയത്തിന്റെ പ്രവർത്തനമാണ് നമ്മൾ ഏറ്റെടുക്കാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അടുത്തത് നമ്മുടെ കൈ, നമുക്ക് വശമുള്ള കൈ എടുക്കുക, അതിന് മുകളിലേക്ക് വശമുള്ള കൈ എടുക്കുക, അതിന് മുകളിലേക്ക് അടുത്ത കൈ കോർത്ത് പിടിക്കുക. അതിനുശേഷം കൈയുടെ ഹീൽ ഭാഗം മുമ്പോട്ട് തെള്ളുക. ഇതാണ് കൈയുടെ പൊസിഷൻ. ഇവിടെ എന്റെ കൈ വളഞ്ഞിട്ടുണ്ടാവില്ല, ഉണ്ടോ? ഇതില്ല. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഈ വ്യക്തിയുടെ സമീപത്ത് ചെന്നിരിക്കുക. സമീപത്ത് ചെന്ന് മുട്ടുകുത്തിയിരിക്കാം. മുട്ടുകുത്തിയിരുന്നതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ കാണിച്ചത് നമുക്ക് മുട്ടുകുത്തിയിരിക്കാം. വേണ്ടോ? മുട്ടുകുത്തിയിരിക്കാം. മുട്ടുകുത്തിയിരുന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ വ്യക്തിയുടെ ഹൃദയം ഇരിക്കുന്ന പൊസിഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടേക്ക് എന്റെ കൈയുടെ പൊസിഷൻ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ഇദ്ദേഹത്തിന്റെ ഹൃദയം ഇരിക്കുന്ന പൊസിഷനിലേക്ക് എന്റെ കൈ ചെല്ലണം. ഇവിടെ എന്റെ കാലും കൈയും മാത്രം സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുകയാണ്, വളയുന്നില്ല. അപ്പോൾ പിന്നെ ഹിപ്പ് ഭാഗം വളയ്ക്കുക. ഇതാ വളഞ്ഞു. എന്റെ കൈയുടെ ഹീല് ഭാഗം ഇദ്ദേഹത്തിന്റെ സ്റ്റേർണം ഭാഗത്താണ് ഇരിക്കുന്നത്. അതിനുശേഷം ഞാൻ മിനിറ്റിൽ 100 മുതൽ 120 തവണ അഥവാ ഒരു സെക്കൻഡിൽ 1.5 മുതൽ 2 തവണ എന്ന ക്രമത്തിൽ ഞാൻ കംപ്രസ് ചെയ്യുക. ഓരോ കംപ്രഷനും 5 സെന്റിമീറ്റർ അഥവാ 2 ഇഞ്ച് താഴണം. എങ്കിൽ മാത്രമേ നമുക്ക് ഹൃദയത്തിന്റെ പൊസിഷനിലേക്ക് എത്താൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഇദ്ദേഹത്തിന് ശ്വാസമില്ലാത്തതുകൊണ്ട് തന്നെ 20 സെക്കൻഡിൽ 30 തവണ കംപ്രസ് ചെയ്യണം. ഓക്കെ, ഓരോ കംപ്രഷനും 5 സെന്റിമീറ്റർ താഴണം. നോക്കുക, ഇവിടെ ഞാൻ കുറച്ചു നേരം അമർത്തി കാണിക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഇങ്ങനെ 30 തവണ അമർത്തണം. ഈ 30 തവണ അമർത്തിയതിനു ശേഷം ഇദ്ദേഹത്തിന് ബ്രീത്ത് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് നമ്മൾ കൃത്രിമ ശ്വാസം കൊടുക്കണം. അതിനായി നമ്മളുടെ കൈ എടുത്ത് ഇദ്ദേഹത്തിന് നെറ്റിയിൽ വെക്കുക. ചൂണ്ടുവിരലും തള്ളവിരലും വെച്ച് മൂക്കടച്ചു പിടിക്കുക. കാരണം നമ്മൾ വായിൽ കൂടെയാണ് ശ്വാസം കൊടുക്കുന്നത്, മൂക്കിൽ കൂടെ പുറത്തു പോകരുത്. ശേഷം ഇദ്ദേഹത്തിന്റെ താടി മേളിലേക്ക് ഉയർത്തുക. താടി ഉയർത്തുമ്പോൾ അന്നനാളം അതായത് ശ്വാസനാളം നേരെ ആവുകയും ഈ എന്തെങ്കിലും നാക്ക് വല്ലതും മറിഞ്ഞടപ്പുണ്ടെങ്കിൽ അത് നേരെയാകുകയും ചെയ്യും. ശേഷം ഇദ്ദേഹത്തിന് കീഴ്ത്താടി പിടിച്ച് താഴ്ത്തുക. കാര്യം ഇദ്ദേഹം വാ തുറക്കില്ല. അപ്പൊ ഇദ്ദേഹത്തിന് വാ തുറന്നതിന് ശേഷം നമ്മൾ നോർമൽ ഒരു ശ്വാസം എടുത്തിട്ട് നമ്മളുടെ ഇദ്ദേഹത്തിന്റെ വായെ കവർ ചെയ്ത് വെക്കുക. എന്നിട്ട് ശക്തമായി ഊതുക. അപ്പൊ ഇദ്ദേഹത്തിന് നെഞ്ച് ഉയർന്ന നിങ്ങൾക്ക് കാണാം. എന്നിട്ട് നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ നെഞ്ച് താഴും. വീണ്ടും ഇതേപോലെ ഒരു ശ്വാസം കൂടെ കൊടുക്കുക. അങ്ങനെ 30 കംപ്രഷൻ 2 ബ്രീത്ത്, വീണ്ടും 30 കംപ്രഷൻ 2 ബ്രീത്ത്, ഇങ്ങനെ 5 വട്ടം കൊടുക്കാം. 5 വട്ടം കൊടുത്തതിന് ശേഷം നേരത്തെ പോലെ എന്ത് ചെയ്യുക? LLF പരിശോധിക്കുക. കാര്യം ഒരുപക്ഷെ അദ്ദേഹത്തിന് പൾസ് തിരികെ വന്നിട്ടുണ്ടാകാം. അങ്ങനെയെങ്കിൽ നേരത്തെ പറഞ്ഞ ആംബുലൻസ് വരുമ്പോൾ ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ മാത്രം മതി. ഇത് വന്നിട്ടില്ലെങ്കിൽ വീണ്ടും CPR തുടരുക. 30-2 എന്നുള്ള രീതിയിൽ വീണ്ടും CPR തുടരുക. ഇത് എത്ര നേരം തുടരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആള് ബോധാവസ്ഥയിലേക്ക് തിരികെ വരുന്നതെന്നറിയോ, അതല്ലെങ്കിൽ വെന്റിലേറ്റർ സഹായമുള്ള ആംബുലൻസോ ഹോസ്പിറ്റൽ സൗകര്യമോ ലഭ്യമാകുന്നതെന്നറിയോ, അല്ലെങ്കിൽ നിങ്ങൾ കുഴയുന്നതെന്നറിയോ, ഏതാണോ ആദ്യം അവിടെ വെച്ച് CPR സ്റ്റോപ്പ് ചെയ്യണം. നിങ്ങൾ കുഴയാതിരിക്കാൻ ചെയ്യേണ്ട മാർഗം മറ്റൊരാളെ കൂട്ടിന് വിളിക്കാം. നിങ്ങൾ CPR ചെയ്യുന്ന കംപ്രസ് ചെയ്യുന്നതും ബ്രീത്ത് കൊടുക്കുന്നതും അയാൾ കണ്ടുകൊണ്ടിരിക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ ആദ്യത്തെ കംപ്രഷൻ കഴിഞ്ഞ് ബ്രീത്തിങ് കൊടുക്കുന്നു, രണ്ടാമത്തെ കംപ്രഷനിലേക്ക് നിങ്ങൾ പോകുന്നു, ബ്രീത്ത് കൊടുക്കാൻ ആ വ്യക്തിയോട് പറയാം. ആ വ്യക്തി ബ്രീത്ത് കൊടുത്തോണ്ടിരിക്കും. അതിനുശേഷം നിങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് ബ്രീത്ത് കൊടുക്കാം, ആ വ്യക്തിയെ കൊണ്ട് കംപ്രസ് ചെയ്യാം. അങ്ങനെ ടൈം നമുക്ക് നീട്ടിയെടുക്കാൻ സാധിക്കും. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഒരാളുടെ CPR കൊടുത്ത് രക്ഷപ്പെടുത്താൻ സാധിക്കും. ഇത് മുതിർന്ന ആൾക്കാർ, അതായത് 10 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്കാണ് നമ്മൾ ഈ രീതി കൊടുക്കുന്ന
10 വയസ്സിന് താഴെ 1 വയസ്സ് വരെയുള്ള കുട്ടികളാണെങ്കിൽ കംപ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ കൈ ഒരു കൈ മാത്രം മതിയാവും. കുഞ്ഞുങ്ങളാണെങ്കിൽ അതായത് 1 വയസ്സിന് താഴെ ജനിച്ചു വീഴുന്നവരെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് വെറും 2 വിരൽ ഉപയോഗിച്ച് മതി നമ്മളെ കംപ്രഷൻ കൊടുക്കാൻ. ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുത്ത്. ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കുക. സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും 101 വിളിക്കുക. നിങ്ങളുടെ സഹായത്തിന് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് എന്നും ഒപ്പം ഉണ്ടാവും. ഏത് സമയത്തും നിങ്ങൾക്ക് വിളിക്കാം. അപ്പൊ നിങ്ങൾ വിളിക്കുക, സംശയങ്ങളുണ്ടെങ്കിൽ തീർക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അവസരങ്ങൾ വരാതിരിക്കട്ടെ. വന്നാൽ ഇത് ഉപകാരപ്പെട്ട് എന്നാണ് ആശംസിക്കുന്നത്.